നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നാലമ്പല ദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ആഷിക പങ്കുവയ്ക്കുന്നതാണ്. നാലമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരിൽ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും നാമത്തിലുള്ള 4 ക്ഷേത്രങ്ങളാണ്. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയാം. തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം സംഗമേശ്വര ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, ഇവ 4മാണ് നാലമ്പല ദർശനത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങൾ. ഈ രാമായണ മാസത്തിലെ നിരവധി ഭക്തജനങ്ങളാണ് നാലമ്പല ദർശനത്തിനായിട്ട് എത്തുന്നത്. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനും എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാലമ്പല ദർശനം നടത്താം. ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി നാമസമേതം കൃതസംഗേതം നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ബഹുമനുതേനനുതേ തനുസംഗത പവന ചലിതമപിരേണും ധീരസമീരേ യമുനാതീരേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. നമ്മൾ ഏറ്റവും ആദ്യം നാലമ്പല ദർശനം നടത്തേണ്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. പ്രയാരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാമായണ കഥയെ അനുസ്മരിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ. പദതി പദത്രേ വിചലതി പത്രേ ശങ്കിത ഭവതുപയാനം പദതി പദത്രേ വിചലതി പത്രേ ശങ്കിത ഭവതുപയാനം രചയതി ശയനം സചകിത നയനം രചയതി ശയനം സചകിത നയനം പശ്യതി തവ പന്ധാനം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ധീരസമീരേ യമുനാതീരേ ഉരസി മുരാരേ രൂപഹിതഹാരേ ഘനൈവ തരളവലാകേ ഉരസി മുരാരേ രൂപഹിതഹാരേ ഘനൈവ തരളവലാകേ തടിദിവ പീതേ രതി വിപരീതേ രാജസി സുകൃത വിപാകേ ധീരസമീരേ യമുനാതീരേ
വസതി വനേ വനമാലി ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ശ്രീജയദേവേ ഹൃദഹരിസേവേ ശ്രീജയദേവേ ഹൃദഹരിസേവേ ഭണതി പരമരമണീയം ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി നാമസമേതം കൃതസംഗേതം നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ബഹുമനുതേനനുതേ തനുസംഗതപവന ചലിതമപിരേണും ധീരസമീരേ യമുനാ തീരേ ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി പദതി പദത്രേ വിചലതി പത്രേ ശങ്കിതഭവതുഭയാനം പദതി പദത്രേ വിചലതി പത്രേ ശങ്കിതഭവതുഭയാനം. അപ്പോൾ എല്ലാവരും ശ്രീരാമസ്വാമിയെ തൊഴുതു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കൂടൽമാണിക്യം ശ്രീ സംഗമേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ഭരതനാണ്, ജ്യേഷ്ഠനെ അത്രയേറെ സ്നേഹിക്കുന്ന അനുജനാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ശരിക്കും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ സാധിച്ചു. തൊഴുതിറങ്ങിയ ഉടനെ അതിഗംഭീരമായിട്ടുള്ള മഴ. അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് ഇതൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഭരതനെ നന്നായിട്ട് മനസ്സിരുത്തിക്കൊണ്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിലും കൂടെ ദർശനം നടത്തിക്കോളൂ കേട്ടോ. പദതി പദത്രേ വിചലതി പത്രേ ശങ്കിതഭവതുഭയാനം പദതി പദത്രേ വിചലതി പത്രേ ശങ്കിതഭവതുഭയാനം രചയതി ശയനം സചകിതനയനം രചയതി ശയനം സചകിതനയനം പശ്യതി തവ പന്ധാനം ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ധീരസമീരേ
യമുനാതീരേ ഉരസി മുരാരേ रूपहितहारे घनैव तरलवलाके उरसि मुरारे रूपहितहारे घनैव तरलवलाके तडिदिव पीते रति विपरीदे राजसि सुकृत ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തെ ഉച്ചപൂജയ്ക്കായിട്ട് നട അടയ്ക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഏകദേശം ആ സമയമായിട്ടുണ്ടായിരുന്നു. വളരെ വേഗം തന്നെ തൊഴുതിറങ്ങാൻ സാധിച്ചു. തൊഴുതിറങ്ങിയ ഉടനെ തന്നെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉച്ച ശീവേലി ഉണ്ടായിരിക്കുമല്ലോ, അതായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ച ശീവേലിയും കണ്ടു തൊഴുതോളൂ. ഒപ്പം തന്നെ ലക്ഷ്മണസ്വാമിയെയും നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരുമൂഴിക്കുളം ക്ഷേത്രവും ദർശനം നടത്തിക്കോളൂ കേട്ടോ. यमुना तीरे वसति वने वनमाली धीर समीरे यमुना तीरे वसति वने वनमाली श्री जयदेवे कृतहरि सेवे श्री जयदेवे कृतहरि सेवे भणति परमरमणीयम् धीर समीरे यमुना तीरे वसति वने समीरे यमुना तीरे वसति वने वनमाली गोपी पयोधरमर्धन चञ्चलकरयुगशाली गोपी पयोधरमर्धन चञ्चलकरयुगशाली नामसमेतं कृतसङ्गेतं नामसमेतं कृतसङ्गेतं वादयदे मृदुवेणुं बहुमनुतेननुते तनुसङ्गतपवन चलितमपि रेणुं धीरसमीरे यमुना तीरे धीरसमीरे यमुना तीरे वसति वने वनमाली पदति पदत्रे विचलति पत्रे शङ्गित भवतु बयानम् पदति पदत्रे विचलति पत्रे शङ्गित भवतु बयानम् रचयति शयनं
സചകിതനയനം രചയതി ശയനം സചകിതനയനം പശ്യതി തവ പന്ധാനം ധീരസമീരേ. അടുത്തതായി നമ്മൾ ദർശനം നടത്താനായിട്ട് പോകുന്നത് നാലമ്പല ദർശനത്തിലെ അവസാനമായിട്ട് തൊഴേണ്ട ക്ഷേത്രത്തിലാണ് കേട്ടോ. പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. താരതമ്യേന ബാക്കിയുള്ള ക്ഷേത്രങ്ങളെക്കാളും വലിപ്പം കുറഞ്ഞ ഒരു ക്ഷേത്രമാണ്. പ്രതിഷ്ഠയാണെങ്കിലും ചെറിയ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും പായമ്മൽ ശത്രുഘ്ന സ്വാമിയെയും കൂടെ നന്നായി ഒന്ന് തൊഴുതു വന്നോളൂ. യമുനാ തീരെ വസതി വനേ വനമാലി ധീരസമീരേ. യമുനാ തീരെ ഉരസി മുരാരേ രൂപഹിതഹാരേ ഘനൈവ തരളവലാകേ. ഉരസി മുരാരേ രൂപഹിതഹാരേ ഘനൈവ തരളവലാകേ. തടിദിവ പീതേ രതി വിപരീതേ രാജസി സുകൃത വിപാകേ. ധീരസമീരേ യമുനാ തീരെ വസതി വനേ വനമാലി ധീരസമീരേ യമുനാ തീരെ വസതി വനേ വനമാലി. ശ്രീജയദേവേ കൃതഹരിസേവേ ശ്രീജയദേവേ കൃതഹരിസേവേ ഭണതി പരമരമണീ. ധീരസമീരേ യമുനാ തീരെ വസതി വനേ വനമാലി ധീരസമീരേ യമുനാ തീരെ വസതി വനേ വനമാലി. ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി. ഗോപീപീനപയോധരമർദ്ധന ചഞ്ചലകരയുഗശാലി. നാമസമേതം കൃതസംഗേതം നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ബഹുമനുതേനനുതേ തനുസംഗത പവന ചലിതമപിരേണും ധീരസമീരേ യമുനാ.
എല്ലാവരും നാലമ്പല ദർശനം മനസ്സുകൊണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് മനസ്സുകൊണ്ട് നാലമ്പലങ്ങളിലെ ദർശനം നടത്തി എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ തൊഴാനായിട്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ രാമായണ കഥയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് രാമന്റെ യാത്രകളെ സങ്കല്പിച്ചുകൊണ്ട് വേണം ആ ഒരു സന്ദർഭങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരുത്തിക്കൊണ്ട് വേണം നമ്മൾ തൊഴാനായിട്ട്. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നാലമ്പലത്തിൽ ദർശനം നടത്തിയതിൻ്റെ അതേ അനുഭവം തന്നെയായിരിക്കും, അതേ പുണ്യം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കാം. അപ്പം നിരവധി പേര് നാലമ്പല ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് സാധിക്കാത്തവരും അനവധി പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലൂടെ നാലമ്പല ദർശനത്തിൻ്റെ പുണ്യം ലഭ്യമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാലമ്പല ദർശനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.